11ാം ക്ലാസ്സിലെ ഫിസിക്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. 11ാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ ഫിസിക്സ് ക്ലാസ്സാണ്. ചാപ്റ്റർ 3യിലാണ് തുടങ്ങുക. പാഠത്തിൻ്റെ പേര് മോഷൻ ഇൻ വൺ ഡയമെൻഷൻ. മോഷൻ എന്ന് പറഞ്ഞാൽ ചലനം, വൺ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു അളവ് മാത്രം മതി ഈ ചലനത്തെ പ്രതിപാദിക്കുവാൻ വേണ്ടി. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അളവാണ്. നീളം, വീതി, പൊക്കം, വോളിയം, ഏരിയ എല്ലാം ഡയമെൻഷൻസ് ആയിട്ടാണ് നമ്മൾ കൂട്ടുക. ഒരളവ് മാത്രം ആവശ്യമുള്ള ചലനമാണ് വൺ ഡയമെൻഷണൽ മോഷൻ. ചാപ്റ്റർ 3യിലേക്ക് നമുക്ക് കടക്കാം. നമുക്കറിയാം, ഫിസിക്സ് എന്ന് പറയുന്നത് മാറ്ററും എനർജിയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന സയൻസിൻ്റെ ശാഖയാണ്. ഫിസിക്സിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഫിസിക്സിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, അവയെ നമ്മൾ പറയുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്സിൽ പ്രതിപാദിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുക. ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എനി ക്വാണ്ടിറ്റി വിച്ച് ക്യാൻ ബി മെഷേർഡ്. നമുക്ക് അളക്കാം. അത്തരം ക്വാണ്ടിറ്റീസിനെ നമുക്ക് അളന്നെടുക്കാം. നമുക്ക് അളന്നെടുക്കാവുന്ന ടൈപ്പ് ക്വാണ്ടിറ്റീസ് മാത്രമേ ഫിസിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇപ്പോൾ ഫിസിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റീസ്, അവയെ നമുക്ക് അളക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ആണ്. അവയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് നമ്മൾ പറയും. നമുക്ക് നിത്യജീവിതത്തിൽ പരിചയമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ലെങ്ത്, മാസ്, ടൈം, ലവ്, ആങ്കർ, ഹങ്കർ. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില കാര്യങ്ങളാണ്, നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങളാണ്. ഇവിടെ ഒരു വേർതിരിവിൻ്റെ ഒരു വര നമുക്കിടാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടേബിളിൻ്റെ, ഒരു മേശയുടെ നീളമാണെങ്കിൽ നമുക്ക് അളന്നെടുക്കാം. ഒരു മീറ്റർ സ്കെയിൽ ആ മേശയെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് അളന്നെടുക്കാൻ നമുക്കറിയാം. ഇനി 1 കിലോഗ്രാം പഞ്ചസാര കടയിൽ ചെന്ന് മേടിക്കുമ്പോൾ അത് 1 കിലോഗ്രാം ഉണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കി അളന്ന് മേടിക്കാൻ നമുക്കറിയാം. അതുപോലെ തന്നെ ഒരാൾ സമയം ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൻ്റെ സമയം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. അളക്കാം കൃത്യമായ അളവുള്ള ക്വാണ്ടിറ്റീസ്. ഇത്തരം ക്വാണ്ടിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ ഫിസിക്സ് പറയുക. എന്നാൽ മറ്റു ചില ക്വാണ്ടിറ്റീസ് ഉണ്ട്. ലവ്, സ്നേഹം. എനിക്കൊരാളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് അളന്നു പറയാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര സ്നേഹമുണ്ട് എന്ന് പറയുകയും എന്നാൽ ചില സാഹചര്യങ്ങളിലൊക്കെ ഒട്ടും സ്നേഹമില്ലാതെ പെരുമാറുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. എനിക്ക് ഭയങ്കര ദേഷ്യമാണെന്ന് പറയുകയും എന്നാൽ ഉള്ളിൽ അലിവുള്ള ഹൃദയം, അലിവുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്ന ധാരാളം മനുഷ്യരെ നമുക്കറിയാം. അളക്കാൻ പറ്റില്ല എത്രമാത്രം ആങ്കറുണ്ട്. ആങ്കറിന്റെ കാര്യത്തിൽ ആരും ആരുടെയും പിന്നിലല്ല. പിന്നെ നമുക്ക് ഒരു സമയത്ത് കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് വിശപ്പുണ്ടാവും. ചിലർക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാലും എല്ലാവർക്കും ഉണ്ടാകുന്ന വിശപ്പ് ഒരുപോലെയാണ്, അളവില്ല. അപ്പൊ ഇതൊന്നും ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല. ലവ്, ആങ്കർ, ഹങ്കർ ഇങ്ങനത്തെ ക്വാണ്ടിറ്റീസ് ഒന്നും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ല. എന്നാൽ ലെങ്ത്, മാസ്, ടൈം ഇവയൊക്കെ നമുക്ക് അളക്കാവുന്ന ക്വാണ്ടിറ്റീസ് ആണ്. അളക്കാവുന്ന ആ ക്വാണ്ടിറ്റീസ് ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് നമ്മൾ പറയുക. അതുകൊണ്ട് വാട്ട് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി? A quantity that can be measured is called a physical quantity. Quantity which can be measured is called a physical quantity. അതിനാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അത് 2 ടൈപ്പ് ഉണ്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റി 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പ് ക്വാണ്ടിറ്റിക്കാണ് സ്കേലർ ക്വാണ്ടിറ്റി എന്ന് പറയുക. രണ്ടാമത്തെ നമ്മൾ പറയും വെക്ടർ ക്വാണ്ടിറ്റി. ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് 2 സ്വഭാവ ഗുണങ്ങൾ നിർവചിക്കാം. ഏത് ക്വാണ്ടിറ്റിയുമായിട്ട്, ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് 2 ക്വാണ്ടിറ്റീസിന്റെ 2 കാര്യങ്ങൾ പറയാം. ഒന്ന് അവയുടെ മാഗ്നിറ്റ്യൂഡാണ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അളവ്. ഒന്ന് മാഗ്നിറ്റ്യൂഡ്, 2 അതിന്റെ ദിശ. ഈ മാഗ്നിറ്റ്യൂഡിനും ദിശയ്ക്കും പ്രത്യേക സ്ഥാനമുണ്ട്.
മാഗ്നിറ്റ്യൂഡിനും ദിശയ്ക്കും പ്രത്യേക സ്ഥാനമുണ്ട്. നമ്മൾ താമസിക്കുന്ന സ്ഥലം ഇവിടെയാണെന്ന് ഇരിക്കട്ടെ, പിയിലാണ് നമ്മൾ താമസിക്കുന്നത്. നമുക്ക് കോട്ടയം ഇവിടെയാണ്, കോട്ടയം ടൗൺ ഇവിടെയാണ്. നമ്മൾ താമസിക്കുന്നത് പിയിലാണ്, കോട്ടയം ടൗൺ ഇവിടെയാണ്. അപ്പം പിയിൽ നിന്ന് കോട്ടയത്തേക്ക് പോകാൻ, പിയിൽ നിന്ന് നമുക്ക് കോട്ടയത്തിന് പോകണം. നമുക്ക് കോട്ടയത്തിന് പോകണമെങ്കിൽ ഈ ദിശയിൽ പോയിട്ട് കാര്യമില്ല, ഒത്തിരി വളവാണ്, ഒത്തിരി നമ്മൾ സഞ്ചരിക്കേണ്ടി വരും, ഒത്തിരി കറങ്ങേണ്ടി വരും. ഈ ദിശയിൽ പോയാൽ എളുപ്പമുള്ള വഴി ഇതുവഴി ഏതെങ്കിലും ഒന്നാണ്. ദിശയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. രണ്ടാമത്തേതാണ് മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും. മാഗ്നിറ്റ്യൂഡുള്ള ക്വാണ്ടിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ ഫിസിക്സിൽ പറയുന്നത്. അവയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അവയുടെ ഒരു മെയിൻ ആട്രിബ്യൂട്ടാണ് മാഗ്നിറ്റ്യൂഡ്. ഇനി ചില ക്വാണ്ടിറ്റീസിന് ഡിറക്ഷൻ എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്, രണ്ടാമതൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ രീതി പറയുമ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഈ രണ്ട് പ്രോപ്പർട്ടി ഉള്ളവ, മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡിറക്ഷനും ഉണ്ട്. അങ്ങനെ രണ്ട് ഗുണങ്ങളും ഉള്ള ചില ക്വാണ്ടിറ്റീസ് ഉണ്ട്. അവയെ നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയും. വേറൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവയ്ക്ക് ഡിറക്ഷൻ ഉണ്ടാവത്തില്ല, ഒരു പ്രത്യേക ദിശ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റൂല. ചില ക്വാണ്ടിറ്റീസിന് അവയ്ക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ കാണൂ. അവയെ നമ്മൾ പറയുന്ന പേരാണ് സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് നമ്മൾ പറയും. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ജനറൽ ആയിട്ട് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് സ്കെയിലർ ക്വാണ്ടിറ്റി, രണ്ട് വെക്ടർ ക്വാണ്ടിറ്റി. ഇപ്പൊ തമ്മിലുള്ള ചില വ്യത്യാസങ്ങളും ചില സാമ്യങ്ങളും ഒക്കെയാണ് നമ്മൾ പറഞ്ഞു വരിക. ഇപ്പൊ എന്താണ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി? ക്വാണ്ടിറ്റീസ് ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ. ക്വാണ്ടിറ്റീസ് ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡിറക്ഷനും ഉണ്ട്. മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡിറക്ഷനും ഉണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടാണ് ഇത് എച്ച്, നിങ്ങളുടെ വീട് ഇത് എച്ച്, നിങ്ങളുടെ സ്കൂളാണ് എസ്. സ്കൂളിലേക്ക് പോകാൻ ധാരാളം വഴിയുണ്ടാവും. നിങ്ങൾ വളഞ്ഞു പൊളഞ്ഞ് തിരിഞ്ഞു മറിഞ്ഞൊക്കെ ഇങ്ങനെ സ്കൂളിലെത്തും. അപ്പൊ ഇങ്ങനെ ഈ സ്കൂളിലേക്ക്, വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോരുന്ന വഴിക്ക് ഒരു പ്രത്യേക ദിശ നമുക്ക് പറയാൻ പറ്റൂല. വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ദിശയിലാണ്, പക്ഷെ കുറച്ചിങ് വന്നു കഴിയുമ്പോൾ ഈ ദിശയിലാണ്, പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഈ ദിശയിലാണ്, പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ദിശ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ പോരുമ്പോൾ. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്, നിങ്ങളുടെ സ്കൂളും നിങ്ങളുടെ വീടും ഒരു നദിയുടെ രണ്ടറ്റത്താണെന്നിരിക്കട്ടെ, രണ്ട് കരയിലായിട്ടാണ്. മണിമലയാറിന്റെയോ മീനച്ചിലാറിന്റെയോ രണ്ട് കരയിലായിട്ടാണ് നിങ്ങളുടെ സ്കൂളും വീടും. നിങ്ങളുടെ വീടിന്റെ നേരെ ഫ്രണ്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഒരു പാലമുണ്ട്. അപ്പൊ നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത് ആ നേരെയുള്ള വഴിയിലൂടെയാണ്. അങ്ങനെ നേരെയുള്ള വഴിയിലൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് നേരെ ഒരു ദിശയുണ്ട്. ഏതാ ദിശ? വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ദിശ. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക്, എച്ചിൽ നിന്ന് എസിലേക്കുള്ള ദിശ. ആ ദിശയിൽ നേരെയാണ് നിങ്ങൾ പോകുന്നത്. അപ്പൊ ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ, പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. എന്നാൽ നിങ്ങൾ വളഞ്ഞ് തിരിഞ്ഞ് ഒക്കെ പോകുമ്പോൾ അത് സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, ദിശയില്ല. Quantities having both the magnitude and direction are called vector quantity. Example, force എന്ന് പറഞ്ഞാൽ ബലം, വെലോസിറ്റി പ്രവേഗം, ആക്സിലറേഷൻ ത്വരണം. ഇതൊക്കെ, ഈ ക്വാണ്ടിറ്റീസ് ഒക്കെ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനുമുള്ള ക്വാണ്ടിറ്റിയാണ്. അവയെ നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത ഇതാണ്: ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ സീറോ ഓർ നെഗറ്റീവ് വാല്യൂ. പോസിറ്റീവ് വാല്യൂ ഉണ്ട്, സീറോ വാല്യൂ ഉണ്ട്, നെഗറ്റീവ് വാല്യൂ ഉണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി എടുക്കണം. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കുള്ള സ്ഥാനമാറ്റം എന്ന് അർത്ഥമുള്ളൂ. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കുള്ള സ്ഥാനമാറ്റമാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഇപ്പം പോസിറ്റീവ് എക്സ് ആക്സിസിലൂടെയാണ് വസ്തു പോസിറ്റീവ് വലത്തോട്ടാണ് പോകുന്നതെങ്കിൽ ഈ വലത്തോട്ടുള്ള ദിശയിലാണ് പോകുന്നതെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആയിരിക്കും. വസ്തു ചലിക്കുന്നില്ല, ഒരു സ്ഥലത്ത് ഇരിക്കുന്നതേ ഉള്ളൂ എങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആയിരിക്കും. റെസ്റ്റിലാണ് വസ്തു. അങ്ങനെയാണ് അതിന്റെ പൊസിഷന് മാറ്റമില്ല, സ്ഥാനത്തിന് മാറ്റമില്ല, ഡിസ്പ്ലേസ്മെന്റ് സീറോ ആയിരിക്കും. ഇനി വസ്തു നേരെ ഓപ്പോസിറ്റ് ദിശയിലാണ് പോരുന്നത്, നെഗറ്റീവ് എക്സ് ഡിറക്ഷനിലാണ് പോരുന്നെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ദിശയെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിന് പോസിറ്റീവ്, സീറോ, നെഗറ്റീവ് വാല്യൂസ് ഒക്കെ എടുക്കാം. അപ്പൊ അതൊക്കെയാണ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയുടെ പ്രത്യേകത. ഒന്ന്, അതിന് മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും ഉണ്ട്. രണ്ട്, ഫോഴ്സ്, വെലോസിറ്റി, ആക്സലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ് ഇവയൊക്കെ ചില വെക്ടർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ആണ്. മൂന്നാമത്, അതിനെടുക്കാൻ പറ്റുന്ന വാല്യൂ.
പോസിറ്റീവ്, 0 അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ എടുക്കാം. അത് പോസിറ്റീവ് എക്സ് ആക്സിസിലാണ് പോകുന്നതെങ്കിൽ പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ അത് ആ ക്വാണ്ടിറ്റിക്ക് പ്രത്യേക വാല്യൂ ഇല്ലെങ്കിൽ 0 ആണ്. ഇനി അത് പോകുന്ന ദിശ പോസിറ്റീവ് എക്സ് ആക്സിസിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആണ്, അതിന്റെ വാല്യൂ നെഗറ്റീവായിട്ട് നമുക്ക് എടുക്കാം. ഇതാണ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ. അടുത്താണ് സ്കെയിലർ ക്വാണ്ടിറ്റി. സ്കെയിലർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല, പ്രത്യേക ദിശ നമുക്ക് പറയാനില്ല. ക്വാണ്ടിറ്റീസ് ഹാവിങ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ. അത്തരം ക്വാണ്ടിറ്റീസ് ആണ് സ്കെയിലർ ക്വാണ്ടിറ്റീസ് എന്ന് നമ്മൾ പറയുക. എക്സാമ്പിൾ മാസ്, സ്പീഡ്, ടൈം. മാസിനും സ്പീഡിനും ടൈമിനും ഒന്നും പ്രത്യേക ദിശകളില്ല. മാസ്, ഇപ്പൊ നമ്മൾ 1 കിലോഗ്രാം പഞ്ചസാര വാങ്ങിച്ചു, പഞ്ചസാര പേപ്പറിനകത്ത് കെട്ടിയാണ് വാങ്ങിച്ചത്, നമ്മുടെ കയ്യിൽ നിന്ന് അത് താഴെ പോയി പൊട്ടിത്തെറിച്ചു, പേപ്പറും കെട്ട് മുഴുവൻ പൊട്ടി, പഞ്ചസാര മുഴുവൻ ചെതറി. പഞ്ചസാരയ്ക്ക് ചെതറുന്നതിന് ഒരു പ്രത്യേക ദിശയൊന്നുമില്ല. പഞ്ചസാര എങ്ങോട്ടാ പോകുന്നത്, ചെതറി തെറിച്ച് എങ്ങോട്ടാ പോകുന്നത്, എല്ലാ ദിശയിലേക്കും ഒരുപോലെ ചെതറും. പ്രത്യേക ഒരു ദിശ നമുക്ക് അസൈൻ ചെയ്യാനില്ല. രണ്ടാമത് നമുക്കറിയാം, നമ്മുടെ വഴികളൊക്കെ എന്ന് പറഞ്ഞാൽ വളഞ്ഞു പുളഞ്ഞ വഴികൾ. ആ വഴികളിലൂടെ പോകുമ്പോൾ വാഹനത്തിന്റെ വേഗത, സ്പീഡ് എപ്പോഴും ദിശ മാറിക്കൊണ്ടിരിക്കും. വളവൊക്കെ വരുമ്പോൾ നേരെ വന്നിട്ട് വളവിന്റെ ദിശയിലേക്ക് മാറി പോകും. അപ്പൊ ദിശ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു, അതാണ് സ്പീഡ്. അതുപോലെ ടൈം എന്തുകൊണ്ടാണ് സ്കെയിലർ ക്വാണ്ടിറ്റി ആകുന്നത്? സാധാരണഗതിയിൽ വെക്ടർ ക്വാണ്ടിറ്റീസ് അനുസരിക്കേണ്ട ഒരു ലോ ആണ് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ, അല്ലെങ്കിൽ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ടൈം എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി, അതിന് മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും നമ്മൾ അസൈൻ ചെയ്യുന്നുണ്ടെങ്കിലും ലോ ഓഫ് വെക്ടർ അഡീഷനെ അനുസരിക്കുന്നില്ല. ലോ ഓഫ് വെക്ടർ അഡീഷൻ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ കാണും. അതുകൊണ്ട് ടൈമും ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ ഇലക്ട്രിക് കറണ്ട് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. അങ്ങനെ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള പ്രത്യേക ദിശയില്ലാത്ത ക്വാണ്ടിറ്റീസ് ആണ് സ്കെയിലർ ക്വാണ്ടിറ്റി. എന്തൊക്കെ വാല്യൂ സൈൻ എടുക്കാം? അതിന് പോസിറ്റീവ് ആകാം, സീറോയും ആകാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് 0 എന്ന് പറഞ്ഞാൽ ആ വസ്തു ചലിക്കുന്നില്ല എന്നർത്ഥം. സ്പീഡ് 0 ആണ് എന്ന് പറഞ്ഞാൽ ആ വസ്തു ചലിക്കുന്നില്ല. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ സ്പീഡ് 0 ആണ്. ഇനി അത് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സ്പീഡ് പോസിറ്റീവ് ആണ്. ഇതാണ് വെക്ടർ ക്വാണ്ടിറ്റിയും സ്കെയിലർ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനുമുള്ള ക്വാണ്ടിറ്റീസ് വെക്ടർ ക്വാണ്ടിറ്റി, ഫോഴ്സ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ വെക്ടർ ക്വാണ്ടിറ്റീസ്. പോസിറ്റീവ്, 0, നെഗറ്റീവ് വാല്യൂസ് പറ്റും. എന്നാൽ സ്കെയിലർ ക്വാണ്ടിറ്റിക്കോ ക്വാണ്ടിറ്റീസ് ഹാവിംഗ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡിറക്ഷൻ, മാസ്, സ്പീഡ്, ടൈം ഇവയൊക്കെ സ്കെയിലർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ആണ്. പോസിറ്റീവോ 0യോ വാല്യൂ ആയിട്ട് മാറും, വാല്യൂ അവയ്ക്ക് എടുക്കാൻ പറ്റും. അടുത്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും നമ്മൾ മനസ്സിലൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് സങ്കല്പിച്ചാണ് പറയുക. മനസ്സിൽ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് സങ്കല്പിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന് നമ്മൾ എക്സ് എന്ന് പേര് കൊടുക്കുന്നു. എക്സ്. ഈ എക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പി എന്ന് പറയുന്ന ഒരു പോയിന്റില് ഒരു അപകടം നടന്നു. നമ്മൾ ആ അപകടം നടക്കുന്നത് നമ്മൾ അനലൈസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ വീട്ടിൽ എവിടെ ഇരിക്കുന്നു, ഇതാണ് നമ്മുടെ വീട്. നമ്മുടെ വീട് എവിടെയാണോ അവിടെ ഇരുന്നാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം, പി എന്ന് പറഞ്ഞിടത്ത് നമ്മുടെ സ്കൂളാണ്. നമ്മളോട് തൊട്ടടുത്തുള്ള ഒരാൾ ചോദിക്കുന്നു, അല്ലെ പരിചയമില്ലാത്ത ഒരാൾ ചോദിക്കുന്നു സ്കൂളിലേക്കുള്ള വഴി എങ്ങനെയാണ്. നമ്മൾ വീട് തൊട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മനഃപൂർവ്വം നമ്മുടെ വീടുമായിട്ട് അസൈൻ ചെയ്ത് നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റം ഫിക്സ് ചെയ്യും. ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിങ്ങൾക്കറിയാം, ഒരു ഒറിജിൻ ഉണ്ട്, അതിന് എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. 3 ഡയമെൻഷനിൽ ആണെങ്കിൽ അതിന് ഇസഡ് ആക്സിസും ഉണ്ട്. എക്സ്, വൈ, ഇസഡ് ആക്സിസുകളുണ്ട്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, അതെല്ലാം കൂടുന്നതാണ് ഒരു കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയും. അപ്പൊ നമ്മുടെ വീടിനെ കേന്ദ്രീകരിച്ച് വീട് ഒറിജിനാക്കി ഒരു കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ഫിക്സ് ചെയ്യും. വീട്ടിൽ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഫിക്സ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ നമ്മുടെ സ്കൂളിലേക്കുള്ള വഴി നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക. വീട് ഒറിജിനാക്കി ഇങ്ങനെ പോയിട്ട് മുന്നോട്ട് പോയിട്ട് വലത്തോട്ടുള്ള ടേൺ എടുത്തിട്ട് ഇടത്തോട്ട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് വഴി നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഫിസിക്സിൽ ഏത് സംഭവം പറഞ്ഞാലും അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ ഏത് സംഭവം പറഞ്ഞാലും
നമ്മൾ അറിയാണ്ട് തന്നെ നമ്മളെ ഒറിജിനലാക്കി, ചിലപ്പോഴൊക്കെ നമ്മളെ ഒറിജിനൽ നമ്മൾ വരത്തക്ക രീതിയിൽ നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റം സ്വീകരിച്ചാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. മനഃപൂർവ്വം നമ്മൾ മനസ്സിലത് ഓർക്കുന്നില്ലെങ്കിലും അങ്ങനെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം എക്സ് വൈ ഇസഡ് ആക്സിസ് ഉൾപ്പെടുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിനാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുക. ആ ഫ്രെയിം ഓഫ് റെഫറൻസിനെ ബേസ് ചെയ്താണ് ഒരു സംഭവത്തെ നമ്മൾ വിശദീകരിക്കുക. ഫിസിക്സിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ ഇൻവിസിബിൾ ആയിട്ട് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഫിക്സ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. നമ്മൾ മനസ്സിൽ ഓർക്കുന്നില്ലെങ്കിലും ആ സംഭവമായിട്ട്, ഏത് സംഭവമാണ് നമ്മൾ പ്രതിപാദിക്കുന്നത് ആ സംഭവമായിട്ട് ബന്ധപ്പെടുത്തി ഒരു കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. അതാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞത്. പൊസിഷൻ ഈസ് സ്പെസിഫൈഡ് ബൈ, പൊസിഷൻ എന്ന് പറഞ്ഞ സ്ഥാനം, ഈസ് സ്പെസിഫൈഡ് ബൈ choosing a rectangular coordinate system x, y and z axis with origin O as reference point. നമ്മളൊരു വസ്തുവിന്റെ പൊസിഷൻ ഫിക്സ് ചെയ്യുന്നു, പൊസിഷൻ ചൂസ് ചെയ്യുന്നു. പൊസിഷൻ ചൂസ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. അതിന് എക്സ് വൈ ഇസഡ് ആക്സിസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. അതിനൊരു ഒറിജിൻ ഓയിലാണ് എല്ലാം തുടങ്ങുന്നതെന്നാണ് നമ്മൾ വെക്കുക. അതുകൊണ്ട് അതിന് ഒറിജിൻ എന്ന് പേര് പറയുന്നത്. അപ്പൊ ഇവിടെ നടക്കുന്ന ഒരു സംഭവം ഈ 3 ആക്സസിനെ ബേസ് ചെയ്താണ് നമ്മൾ പറയുക. അതിന്റെ പൊസിഷൻ നമുക്ക് കൃത്യമായിട്ട് ഫിക്സ് ചെയ്യാം. അത് നടന്ന ഓയെ വെച്ച്, ഓ അനുസരിച്ച് ഈ സംഭവം നടക്കുന്ന പോയിന്റ് പി എ നമുക്ക് കൃത്യമായിട്ട് ഫിക്സ് ചെയ്യാം. അതിനാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുക. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് നമ്മൾ പറയും. ഇതാണ് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ പിക്ചർ. എക്സ് വൈ ഇസഡ് ആക്സിസ് ഉണ്ട്, കൂടെ തന്നെ ഒരു ക്ലോക്കും ഉണ്ട്. ആ ക്ലോക്ക് സമയം മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. ടി എന്ന് പറയുന്ന ടൈം മെഷർ ചെയ്യുക. എക്സ് വൈ ഇസഡ് എന്ന പൊസിഷന് ഒരു ടൈം ടി, അത് മെഷർ ചെയ്യാനുള്ള ഒരു ക്ലോക്ക്, ഇത്തരം കാര്യങ്ങൾ കൂടുന്നതാണ് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുക. കോർഡിനേറ്റ്സ് എക്സ് വൈ ഇസഡ് ഡിസ്ക്രൈബ്സ് പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ഏത് സ്ഥാനത്താണ്, ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഏത് സ്ഥാനത്താണ്, ഇവിടെയാണ് ഒരു ഒബ്ജക്റ്റ്, പി എന്ന് പറയുന്ന പോയിന്റിലാണ് ഒരു ഒബ്ജക്റ്റ് എങ്കിൽ ഇവിടെ ഇത് വൈ ആക്സിസ് ആയിട്ടാണ് എടുത്തേക്കണേ. വൈ കൂടെ ഇത്രയും വന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോയാൽ മതി അവിടെ ചെല്ലാൻ. ഇസഡി കൂടെ ഇത്രയും വന്നിട്ട്, ഇസഡി കൂടെ മുകളിൽ ഇത്രയും വന്നിട്ട് ഇങ്ങനെ നേരെ പോയാൽ മതി. ഇസഡി കൂടെ നേരെ ഇത്രയും വന്നിട്ട് ഇത്രയും വന്നാൽ മതി. ആ പോയിന്റിന് ലെവലിലെത്താം. അപ്പൊ ഇത് ഇസഡ്, ഇത് വൈ. ഈ വൈ ആക്സിസിന് പാരലായതുകൊണ്ട് ഇത് വൈ. അപ്പൊ നമുക്ക് വൈയും ഇസഡും കിട്ടും. അതിനുശേഷം എക്സിൽ കൂടെ എത്ര ദൂരം വരണം അതിന്റെ അടിയിൽ ചെല്ലാൻ. ഈ പോയിന്റിന്റെ അടിയിൽ ചെല്ലാൻ എക്സിൽ കൂടെ എത്ര ദൂരം വരണം? എക്സിൽ കൂടെ ഇത്രയും ദൂരം വന്നിട്ട് ഇങ്ങനെയാണ് ചെല്ലുന്നതെങ്കിൽ അത് ആ കോർഡിനേറ്റ് എക്സ് വൈ ഇസഡ് അങ്ങനെ അതും. പിന്നെ മോഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ക്ലോക്ക് ടൈം അളക്കാൻ വേണ്ടി. എക്സ് വൈ ഇസഡ് മാത്രമായിട്ട് നമുക്ക് പൊസിഷൻ തരും. പിന്നെ ഒരു ടൈം കൂടെ ഉണ്ടെങ്കിൽ, ഒരു ക്ലോക്ക് കൂടെ ഉണ്ടെങ്കിൽ അത് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആയി മാറി. അതിനെക്കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് പറയാം. ദിസ് കോർഡിനേറ്റ് സിസ്റ്റം എലോങ് വിത്ത് എ ക്ലോക്ക്, എക്സ് വൈ ഇസഡ് ആക്സിസ്, അതിൽ എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞ പൊസിഷൻ കോർഡിനേറ്റ്സ്, അതും ഒരു ക്ലോക്കും, ടൈം അളക്കാൻ വേണ്ടി ഒരു ക്ലോക്കും. അതിന് നമ്മൾ പറയുന്ന പേരാണ് എ ഫ്രെയിം ഓഫ് റെഫറൻസ്. അങ്ങനെ നമ്മൾ പറയും ഇറ്റ് ഇസ് എ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഫിസിക്സിലെ ചലനവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഈ ഫ്രെയിം ഓഫ് റെഫറൻസിനെ ഫിക്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇത് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. അതിൽ എക്സ് ആക്സിസ് മാത്രമേ ഉള്ളൂ, ഒറിജിൻ O ആണ്. നിങ്ങൾക്ക് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തേക്കുന്നത് കാണാം. 40, 80, 120, 160 അങ്ങനെ പോസിറ്റീവ് എക്സ് ആക്സിസിലേക്ക്, -40, -80, -120, -160 അങ്ങനെ നെഗറ്റീവ് എക്സ് ആക്സിസിലേക്ക്. ഇത് ഒറ്റ അളവ് മാത്രമേ ഉള്ളൂ ഇവിടെ, എക്സ് എന്ന് പറയുന്ന അളവ്. അതുകൊണ്ട് ഇത് ഒരു 1 ഡയമെൻഷണൽ മോഷനെയാണ് കാണിക്കുക, അല്ലെങ്കിൽ ലീനിയർ മോഷനെയാണ് കാണിക്കുക, അല്ലെങ്കിൽ റെക്ടിലീനിയർ മോഷനെയാണ് കാണിക്കുക. O ആണ് ഒറിജിൻ. പൊസിഷൻസ് ടു ദ റൈറ്റ് ഓഫ് O ആർ ടേക്കൺ ആസ് പോസിറ്റീവ്. വലത്തോട്ട് എടുക്കുന്ന പൊസിഷൻസ് എല്ലാം, വലത്തോട്ടാണ് എടുക്കുന്ന പൊസിഷൻസ് എല്ലാം പോസിറ്റീവാണ്. എന്നാൽ നേരെ ഇടത്തോട്ട് എടുക്കുന്ന എല്ലാം നെഗറ്റീവാണ്. ഇടത്തോട്ട് എടുക്കുന്ന അളവുകളെല്ലാം നെഗറ്റീവാണ്. അപ്പോൾ എന്താണ് ചലനം?
ഇഫ് ദ കോർഡിനേറ്റ്സ് ഓഫ് ആൻ ഒബ്ജക്ട് ചേഞ്ചസ് വിത്ത് ടൈം. സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിന്റെ കോർഡിനേറ്റ്സ് മാറുന്നു. ഇവിടെ വരുമ്പോൾ നമുക്കറിയാം ഈ പോയിന്റ് സാർ ഇപ്പൊ പറയുന്ന പോയിന്റ് എടുത്താൽ ഇത് ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പൊസിഷൻ 40 കോർഡിനേറ്റ് 40. ഈ പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോർഡിനേറ്റ് -80. നമ്മൾ ഒരു തവണ നോക്കുമ്പോൾ 40 വസ്തു ഇരിക്കുന്നത്. പിന്നെ കുറെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇത് 80 വന്നു, -80 വന്നു. ഇപ്പൊ കോർഡിനേറ്റ് സമയത്തിനനുസരിച്ച് മാറി. അപ്പൊ നമ്മൾ പറയും ആ വസ്തു മൂവ് ചെയ്തെന്ന് പറയും. ഇഫ് ദ കോർഡിനേറ്റ്സ് ഓഫ് ആൻ ഒബ്ജക്ട് ചേഞ്ചസ് വിത്ത് ടൈം ദ ഒബ്ജക്ട് ഈസ് ഇൻ മോഷൻ. അതാണ് മോഷന്റെ ഡെഫിനിഷൻ. ആ മോഷനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുക. ഈ പാഠത്തില് 1 ഡയമെൻഷണൽ മോഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഇതാണ് മോഷന്റെ ഡെഫിനിഷൻ. ഇഫ് ദ കോർഡിനേറ്റ്സ് ഓഫ് ആൻ ഒബ്ജക്ട് ചേഞ്ചസ് വിത്ത് ടൈം ദ ഒബ്ജക്ട് ഈസ് ഇൻ മോഷൻ. ഇനി എന്തൊക്കെയാണ് മോഷന്? പോയിന്റ് ഒബ്ജക്ട്. മോഷനുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രത്യേക ടേംസ് ആണ് നമ്മൾ പറയുക. പോയിന്റ് ഒബ്ജക്ട്. ഇപ്പൊ നമുക്കറിയാം കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന്, കട്ടപ്പനയാണിത്, ഈ സ്ഥലത്തുനിന്ന് കോട്ടയം എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മളൊരു ബസ്സിൽ പോവാണ്. കോട്ടയം, കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലം, ഇത് കോട്ടയം, ഇത് കട്ടപ്പന, ഇത് കോട്ടയം. ഇങ്ങനെ പോയി വരുന്നത് ഇപ്പോൾ കുട്ടിക്കാനത്ത് വരും. നമ്മള് കുട്ടിക്കാനം, മുണ്ടക്കയം വരും, കാഞ്ഞിരപ്പള്ളി വരും, കോട്ടയം ചെല്ലും. കാഞ്ഞിരപ്പള്ളി കോട്ടയം ഏകദേശം 38 കിലോമീറ്റർ. കട്ടപ്പന കോട്ടയം ശരിക്കും 110 കിലോമീറ്റർ. ഇത് മുണ്ടക്കയം കോട്ടയം ഏകദേശം 41 കിലോമീറ്റർ. അങ്ങനെയാണ് ഏകദേശം ഒരു ഡിസ്റ്റൻസ്. കട്ടപ്പന മുണ്ടക്കയം നിയർലി 70 കിലോമീറ്റേഴ്സ്, 65-70 കിലോമീറ്റേഴ്സ്. അങ്ങനെയാണ് കട്ടപ്പനയിൽ നിന്ന് കോട്ടയത്തിനുള്ള ദൂരവും വിവിധ സ്ഥലങ്ങൾ എടുക്കുകയാണെങ്കിൽ അവ തമ്മിലുള്ള ദൂരം നമുക്കറിയാം. ഈ 110 കിലോമീറ്റർ പോകുന്ന ഒരു ബസ്, സഞ്ചരിക്കുന്ന ഒരു ബസ് നിങ്ങൾ ചന്ദ്രന് ചെന്നിട്ട് ആ ബസ്സിനെ നോക്കുകയാണ്. 110 കിലോമീറ്റർ അകലെ ദൂരം സഞ്ചരിക്കുന്ന ഒരു ബസ്. ആ ബസ്സിന്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം ഒരു 5 മീറ്ററേ കാണുള്ളൂ. 5 അല്ലെങ്കിൽ 10 മീറ്റർ, മാക്സിമം 10 മീറ്ററേ കാണുള്ളൂ. 10 മീറ്റർ. 110 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 കിലോ എന്ന് പറഞ്ഞാൽ 1000 എന്നാണ് അർത്ഥം. 1 കിലോഗ്രാം, അതുകൊണ്ട് നമ്മൾ പറഞ്ഞ 1000 ഗ്രാം. 1 കിലോ എന്ന് പറഞ്ഞാൽ 1000 എന്നർത്ഥം. അപ്പൊ 110 കിലോമീറ്റർ എന്ന് പറയുന്നത് 1,10,000 മീറ്റർ വരും. 1,10,000 മീറ്റർ. നിങ്ങൾക്ക് ഒരാള് 1,10,000 രൂപ തരാനുണ്ട്, അയാൾക്ക് 10 രൂപ തരാൻ കുറവുണ്ട്. നിങ്ങൾ എന്ത് പറയും? അത് ആ 10 രൂപ വേണ്ടെന്ന് പറയും. കിട്ടുന്ന 1,10,000-ൽ 10 കുറവുണ്ടെങ്കിലും സാരമില്ല, ആ 1,00,000 ഉള്ളത് മതി, 1,09,990 മതി എന്ന് പറയും. അപ്പം ബസിന്റെ നീളം എന്ന് പറഞ്ഞാൽ 10 മീറ്റർ ആണ്. സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് 1,10,000 മീറ്റർ ആണ് കട്ടപ്പന എന്ന് കോട്ടയത്തിനാണെങ്കിൽ. ഇനി കാഞ്ഞിരപ്പള്ളി എന്ന് കോട്ടയത്തിനാണെങ്കിൽ 38 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 38,000 മീറ്റർ ആണ്. ബസിന്റെ നീളം വെറും 10 മീറ്ററേ ഉള്ളൂ. ഇപ്പൊ ഈ 38,000 മീറ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ 10 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമാണ്, ഒന്നുമില്ല. ഇപ്പൊ ഒരു വസ്തു സഞ്ചരിക്കുന്ന ദൂരം ആ വസ്തുവിന്റെ സൈസിനേക്കാൾ ഒത്തിരി കൂടുതലാണെങ്കിൽ ആ വസ്തുവിനെ, ആ ബസ്സിനെ ഇത് ബസ്സായിട്ട് വരയ്ക്കുന്നതിന് പകരം ഒരു പോയിന്റ് ആയിട്ട് അവതരിപ്പിക്കാം. കട്ടപ്പനയിൽ നിന്ന് കോട്ടയത്തിന് പോകുന്ന ഒരു ബസ്, അല്ലെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കോട്ടയത്തിന് പോകുന്ന ഒരു ബസ്, അത് സഞ്ചരിക്കേണ്ട ദൂരം അതിന്റെ സൈസിനേക്കാൾ ഒത്തിരി കൂടുതലാണ്. ബസ്സിന്റെ സൈസിനേക്കാൾ ഒത്തിരി കൂടുതലാണെങ്കിൽ നമ്മൾ പറയും ബസ്സിനെ നമുക്കൊരു പോയിന്റ് ആയിട്ട് കൂട്ടാം. ബസ്സിനെ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൂട്ടാം. ആ ബസ് മൂവ് ചെയ്യുമ്പോൾ ആ പോയിന്റ് ആ ബസ്സിന്റെ അതേ സ്പീഡിൽ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുള്ളൂ. ഇതിന്റെ ഒരു ഗുണം എന്താ? ഒരു ബസ്, ഒരു കാറ്, അല്ലെ ഈ ലോകം മുഴുവൻ ക്ലാസ് മുറിക്കുള്ളിലേക്ക് നമുക്ക് കൊണ്ടുവരാം. കൃത്യമായിട്ട് മോഷനെ കുറിച്ച് നമുക്ക് പറയാം. വസ്തുക്കളെ വളരെ റെഡ്യൂസ്ഡ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ ഒരു വസ്തു സഞ്ചരിക്കുന്ന ദൂരം ആ വസ്തുവിന്റെ സൈസിനേക്കാൾ ഒത്തിരി കൂടുതലാണെങ്കിൽ ആ വസ്തുവിനെ നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കും. ഇപ്പൊ 1 ഡയമെൻഷണൽ മോഷനിൽ മിക്കവാറും ഉള്ള വസ്തുക്കളെ എല്ലാം നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് എടുക്കുക. ഒരു വസ്തു 1 ഡയമെൻഷണൽ മോഷൻ നടത്തുന്നെങ്കിൽ അതിനെ നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കും. സൈസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് മച്ച് സ്മോളർ ദാൻ ദ ഡിസ്റ്റൻസ് ഇറ്റ് മൂവ്സ്. സൈസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്,
ഒരു വസ്തുവിന്റെ ലീനിയർ സൈസ്, അത് സഞ്ചരിക്കുന്ന ദിശയിലുള്ള സൈസ് ഈസ് മച്ച് സ്മോളർ ദാൻ, തീരെ കുറവാണ്, ദ ഡിസ്റ്റൻസ് ഇറ്റ് മൂവ്സ്, അത് സഞ്ചരിക്കുന്ന ദൂരത്തെക്കാളും വളരെ കുറവാണ് അതിന്റെ സൈസ്, ഒരു വസ്തുവിന്റെ സൈസ് എങ്കിൽ അതിനെ നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയും. അടുത്തതാണ് റെക്ടിലീനിയർ മോഷൻ. ലീനിയർ എന്ന് പറഞ്ഞാൽ ഒരു ലൈനിലൂടെയുള്ള റെക്ടിലീനിയർ മോഷൻ. മോഷൻ ഇൻ വൺ ഡയമെൻഷൻ എന്ന് പറയും. മോഷൻ എലോങ് എ സ്ട്രൈറ്റ് ലൈൻ, മോഷൻ എലോങ് എ സ്ട്രൈറ്റ് ലൈൻ, സ്ട്രൈറ്റ് നേരെയുള്ള ലൈൻ, സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈനിലൂടെയുള്ള ചലനമാണ് റെക്ടിലീനിയർ മോഷൻ എന്ന് നമ്മൾ പറയുക. റെക്ടിലീനിയർ മോഷൻ, മോഷൻ എലോങ് എ സ്ട്രൈറ്റ് ലൈൻ. അടുത്താണ് കൈനമാറ്റിക്സ്. കൈനമാറ്റിക്സ് കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് മോഷൻ വിതൗട്ട് കൺസിഡറിങ് കോസസ് ഓഫ് മോഷൻ. ചലനത്തിന്റെ കാരണങ്ങൾ പരിഗണിക്കാതെ തന്നെ ചലനത്തെക്കുറിച്ചുള്ള പഠനമാണ് കൈനമാറ്റിക്സ് എന്ന് പറയുക. ചലനത്തിന്റെ കാരണങ്ങൾ നമ്മൾ പറയുന്നില്ല, ചലനത്തിന്റെ കാരണങ്ങൾ പറയാതെ തന്നെ ചലനത്തെക്കുറിച്ചുള്ള പഠനമാണ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ കാരണങ്ങൾ പറയുന്നില്ല. ഞാൻ ഓടുന്നതിന് കാരണം ആരെങ്കിലും പേടിച്ചിട്ടായിരിക്കും. ആരെ പേടിച്ചിട്ടാണെന്ന്, അല്ലെ പേടി കാരണമാണ് ഞാൻ ഓടുന്നതെന്ന് പറയുന്നില്ല. ഞാൻ ഓടുന്നു എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പം അങ്ങനത്തെ ചലനം, കാരണം പറയാതെയുള്ള ചലനമാണ് കൈനമാറ്റിക്സ് എന്ന് പറയുക. അടുത്ത മോഷന്റെ ബ്രാഞ്ചാണ് ഡൈനമിക്സ്. ഡൈനമിക്സ് സ്റ്റഡി ദ മോഷൻ ഓഫ് മോഷൻ കൺസിഡറിങ് കോസസ് ഓഫ് മോഷൻ. ചലനത്തിന്റെ കാരണങ്ങൾ കൂടി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഡൈനമിക്സ് ആണ്. ചലനത്തിന്റെ കാരണങ്ങൾ കൂടി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഡൈനമിക്സ് ആണെന്ന് പറയും. മോഷൻ എന്ന് പറഞ്ഞാൽ ഡൈനമിക്സ് ആണ്. ഡൈനമിക്സ് ആണ് ആ മോഷനെ ഡീൽ ചെയ്യുന്നത്. അപ്പം ചലനത്തോടൊപ്പം അതിന്റെ കാരണവും പറയുന്നുണ്ട് എങ്കിൽ ഡൈനമിക്സ് എന്ന ബ്രാഞ്ചിലാണ് മോഷൻ വരിക, മോഷന്റെ സ്റ്റഡി വരിക. എന്നാൽ കാരണം പറയുന്നില്ലെങ്കിൽ കൈനമാറ്റിക്സ് എന്ന വിഭാഗത്തിലാണ് ചലനം പെടുക. വൺ ഡയമെൻഷണൽ മോഷൻ. വൺ ഡയമെൻഷണൽ, വൺ എന്ന് പറഞ്ഞാൽ ഒന്ന്, ഡയമെൻഷണൽ എന്ന് പറഞ്ഞാൽ അളവ്, ഒരു ഡയമെൻഷൻ മാത്രം, ഒരളവും ആവശ്യമുള്ള ചലനം. ഇറ്റ് ഈസ് ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് എലോങ് എ സ്ട്രൈറ്റ് ലൈൻ. സ്ട്രൈറ്റ് ലൈനിലോട്ടുള്ള ഒരു ബോഡിയുടെ മൂവ്മെന്റിന് നമ്മൾ പറയുന്ന പേരാണ് റെക്ടിലീനിയർ മോഷൻ, ലീനിയർ മോഷൻ, അല്ലെ വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറയും. അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം എന്താ? ഫോർ വൺ ഡയമെൻഷണൽ മോഷൻ ഓൺലി വൺ കോർഡിനേറ്റ്, ഒറ്റ കോർഡിനേറ്റ് മാത്രം മതി. എക്സ്, വൈ, ഇസഡ്, ഇതിലേതെങ്കിലും ഒരെണ്ണം മതി. എക്സിലൂടെ ആണെങ്കിൽ നമ്മൾ പറയും ഹൊറിസോണ്ടൽ മോഷൻ എന്ന് പറയും. ഒരു വസ്തു ഇത് എക്സ് ആക്സിസിലൂടെ പോകുന്നു, നമ്മൾ പറയും ഇതിലെ എക്സ് ആക്സിസ് എടുത്തേക്കണം, ഹൊറിസോണ്ടൽ മോഷൻ എന്ന് പറയും. വൈയിലൂടെ ആണെങ്കിൽ നമ്മൾ പറയും വെർട്ടിക്കൽ മോഷൻ. വൈയിലൂടെ നമ്മൾ പറയും വെർട്ടിക്കൽ മോഷൻ. വൈയിലൂടെ നമ്മൾ പറയും വെർട്ടിക്കൽ മോഷൻ. ഇസഡിലൂടെ ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ മോഷൻ ഇൻ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. ഹൊറിസോണ്ടൽ മോഷൻ ഇൻ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. എക്സ് കൂട്ടുള്ള മോഷൻ നമ്മൾ ഹൊറിസോണ്ടൽ മോഷൻ എന്ന് പറയും. വൈ കൂട്ടുള്ള മോഷൻ നമ്മൾ പറയും വെർട്ടിക്കൽ മോഷൻ എന്ന് പറയും. ഇസഡും ഹൊറിസോണ്ടൽ മോഷന്റെ മറ്റൊരു പതിപ്പാണ്. അപ്പം വൺ ഡയമെൻഷണൽ മോഷന് ഒരൊറ്റ ക്വാണ്ടിറ്റി നമുക്ക് മതി ആ മോഷനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി. ഒരു കോർഡിനേറ്റ് മാത്രം മതി ആ മോഷനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി. അത് എക്സോ വൈയോ ഇസഡോ ആയിരിക്കും. അതാണ് കോർഡിനേറ്റ്. കോർഡിനേറ്റ് നമ്മൾ പറയും. ഒറ്റ ആക്സിസ് മാത്രം ഫിക്സ് ചെയ്താൽ കൃത്യമായിട്ട് അതിന്റെ വസ്തുവിന്റെ പൊസിഷൻ ടൈമിനനുസരിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ, മോഷൻ ഓഫ് എ ട്രെയിൻ എലോങ് എ സ്ട്രെയിറ്റ് റെയിൽ. ഒരു ട്രെയിൻ എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു? തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് പോകുന്നു. നമ്മൾ അല്പം മുമ്പ് പറഞ്ഞു ഒരു ട്രെയിനിന്റെ സൈസ് 1 കിലോമീറ്റർ. ട്രെയിൻ പോകുന്ന ദൂരം എന്ന് പറയുന്നത് ഏകദേശം 3000 കിലോമീറ്റർ അടുത്ത്. ആ 3000 കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ തുച്ഛമാണ്, തീരെ കുറവാണ്. സൈസ് ഓഫ് ദ ട്രെയിൻ ഈസ് മച്ച് സ്മോളർ ദാൻ ദ ഡിസ്റ്റൻസ് മൂവ്സ് ഇറ്റ്. സൈസ് ഓഫ് ദ ട്രെയിൻ ഈസ് മച്ച് സ്മോളർ ദാൻ ദ ഡിസ്റ്റൻസ് മൂവ് ഇറ്റ്. ലീനിയർ സൈസ് ഓഫ് ദ ട്രെയിൻ, ട്രെയിനിന്റെ നീളം അത് സഞ്ചരിക്കുന്ന ദൂരം വെച്ച് നോക്കുമ്പോൾ തീരെ കുറവാണ്. അങ്ങനെ വരുമ്പോൾ ട്രെയിന് ഒരു പോയിന്റ് പോകുന്ന പോലെ തോന്നുകയുള്ളൂ. അതുകൊണ്ട് അത് വൺ ഡയമെൻഷണൽ മോഷൻ ആണ്. ട്രെയിനിനെ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആക്കി എടുക്കാം. അതുകൊണ്ട് അതൊരു വൺ ഡയമെൻഷണൽ മോഷൻ ആണ്. പിന്നെ മോഷൻ ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ചലനം, ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ചലനം. നമ്മുടെ കയ്യിൽ ഒരു ബോൾ ഇരിക്കുമായിരുന്നു. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അറിയാതെ കയ്യിൽ നിന്ന് അതങ്ങ് ചാടിപ്പോയി. നമ്മൾ എറിയുന്നില്ല, കൈ അങ്ങ് വിട്ടാൽ മതി. കൈ വിട്ടു, അത് ചാടിപ്പോയി. കയ്യിൽ നിന്ന് ചാടിപ്പോയാൽ പിന്നെ അതിനെ എർത്താണ് കൺട്രോൾ ചെയ്യുക. എർത്ത് അതിന്റെ സെന്ററിലേക്ക് ആ ബോളിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. സർഫസ് വരെ വരുന്നുണ്ടെന്നേ ഉള്ളൂ, എർത്ത് അതിനെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഫ്രീലി ഫാളിംഗ് ബോഡി. നമ്മളൊന്നും ചെയ്യാതെ തന്നെ ഒരു വസ്തു നമ്മുടെ കയ്യിൽ നിന്ന് മൂവ് ചെയ്യുക. നമ്മൾ ഒരു ഫോഴ്സും കൊടുക്കുന്നില്ല, നമ്മൾ എറിയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ഫ്രീ ആയിട്ട് വീഴുക.
ഫ്രീലി ഫാളിംഗ് ബോഡി. ഫ്രീലി ഫാളിംഗ് ബോഡി, മോഷൻ ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് ഫ്രീലി ഫോളിംഗ് ബോഡിയെ നമുക്ക് എടുക്കാം. 2 ഡയമെൻഷണൽ മോഷൻ, രണ്ടാമത്തെ സൈസ് മോഷൻ ആണ് 2 ഡയമെൻഷണൽ മോഷൻ. അതിന് 2 അളവുകൾ വേണം. ഇറ്റ് ഈസ് ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ എ പ്ലെയിൻ. 2 അളവുകൾ വെച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കാറുണ്ട്. ഒരു ഗ്രാഫ് പേപ്പർ എടുക്കും, അതിന്റെ പ്രതലത്തിൽ എക്സും വൈയും ആക്സിസും അടയാളപ്പെടുത്തും, പോയിന്റ്സ് അടയാളപ്പെടുത്തും. അങ്ങനെ പോയിന്റ്സ് അടയാളപ്പെടുത്താൻ നമുക്കൊരു എക്സും നമുക്കൊരു വൈയും മതി. ഒരു എക്സും ഒരു വൈയും ഉണ്ടെങ്കിൽ നമുക്കൊരു പോയിന്റിനെ ഈസി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ 2 അളവുകൾ വേണം. ഇങ്ങനത്തെ മോഷനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് 2 അളവുകൾ വേണം. അതാണ് 2 ഡയമെൻഷണൽ മോഷൻ. ഒന്നെങ്കിൽ ഒരു എക്സും ഒരു വൈയും, അല്ലെങ്കിൽ ഒരു വൈയും ഒരു ഇസഡും, അല്ലെങ്കിൽ ഒരു എക്സും ഒരു ഇസഡും. ഇത് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ എ പ്ലെയിൻ. ഒരു പ്ലെയിനിലൂടെയുള്ള ഒരു വസ്തുവിന്റെ യാത്ര അല്ലെങ്കിൽ മൂവ്മെന്റ് നമുക്ക് പ്രതിപാദിക്കാൻ പറ്റും. ഇപ്പൊ 2 കാര്യങ്ങൾ മതി. 2 ഡയമെൻഷണൽ മോഷൻ നീഡ്സ് 2 കോർഡിനേറ്റ്സ്, എക്സ് വൈ, വൈ ഇസഡ് ഓർ എക്സ് ഇസഡ്. അതാണ് 2 ഡയമെൻഷണൽ മോഷൻ. അതിന് ഏതാനും എക്സാമ്പിൾ ആണ്. ഒന്ന് പ്രൊജക്ടൈൽ മോഷൻ. ഒരു കല്ല് നമ്മൾ അന്തരീക്ഷത്തിലേക്ക് ഒരു പ്രത്യേക ആംഗിളിൽ എറിയുന്നു. എക്സ് ആക്സിസുമായിട്ട് ഒരു പ്രത്യേക ആംഗിളിൽ ചരിച്ച് ഒരു കല്ല് അന്തരീക്ഷത്തിലേക്ക് എറിയുന്നു. ആ കല്ല് ഒരു പരാബോളിക് പാത്തിലൂടെ മുന്നോട്ട് പോകും. അതിന് നമ്മൾ പറഞ്ഞ പേരാണ് പ്രൊജക്ടൈൽ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ അല്ലെ സർക്കുലർ മോഷൻ. ഒരു വസ്തു സർക്കിളിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് സർക്കുലർ മോഷൻ. ഇതൊക്കെ 2 ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിൾ ആണ്. അവ ഒരു പ്ലെയിനിലുള്ള മോഷനാണ്. അവയെ പ്രതിപാദിക്കാൻ വേണ്ടി 2 കോർഡിനേറ്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. എക്സും വൈയും, വൈയും ഇസഡും ഓർ എക്സും ഇസഡും. ഇനി മൂന്നാമത്തെയാണ് 3 ഡയമെൻഷണൽ മോഷൻ. 3 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മോഷൻ ഇൻ സ്പേസ്. സ്പേസിലുള്ള ഒരു മോഷനാണ്. സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ സ്പേസ് 3 ഡയമെൻഷണൽ സ്പേസ് ആണ്. ടൈമൂടെ കൂട്ടിയാൽ 4 ഡയമെൻഷണൽ സ്പേസ്. ആ സ്പേസിലുള്ള ഒരു വസ്തുവിന് നീളവും വീതിയും കനമുണ്ട്. നീളവും വീതിയും കനവും ഉണ്ട്. ഇതെല്ലാം പ്രതിപാദിക്കാൻ പറ്റുന്ന അളവുകളാണ്. 3 അളവുകളാണ് എക്സും വൈയും ഇസഡും. അങ്ങനെ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ഒരു വസ്തുവിന്റെ പൊസിഷൻ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് 3 ഡയമെൻഷണൽ മോഷൻ. ഇറ്റ് ഈസ് ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ സ്പേസ്. നമ്മുടെ ഓർഡിനറി യൂണിവേഴ്സിലെ എല്ലാ ചലനങ്ങളും 3 ഡയമെൻഷണൽ മോഷൻസ് ആണ്. പിന്നെ കൂടുതലായിട്ട് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ടൈമിന്റെ ഒരു കോർഡിനേറ്റ് എടുക്കാറുണ്ട്. അത് മൂവ്മെന്റ് ഉള്ള കേസ് മതി. പൊസിഷൻ ഫിക്സ് ചെയ്യാൻ എക്സും വൈയും ഇസഡും ആക്സിസ് മതി. അപ്പോൾ സ്പേസിലുള്ള ചലനമാണ് 3 ഡയമെൻഷണൽ മോഷൻ എന്ന് നമ്മൾ പറയുന്നത്.